പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഒരു വർഷമായി ഇപ്പൊ ഈ കളി അങ്ങനെ തുടങ്ങിയിട്ട്. നാളെ ഒരാൾക്കും എന്റെ ഗതി ഉണ്ടാവരുത്. എന്നെ വേണ്ടാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ അവള് രാപകലില്ലാതെ അന്യപുരുഷനെ വിളിച്ച് വീട്ടിൽ കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇനി മാപ്പ് കൊടുക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? രാത്രി ഹായ് ഫ്രണ്ട്സ്, അഭിഷേക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആദ്യം മുതലേ ആ ഒരു ചെറുപ്പക്കാരന് അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. വീൽ ചെയറിലായിരുന്നു തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ആ ഒരു ടൈമിലാണ് അയാളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നത്. അദ്ദേഹത്തിന് താങ്ങും തണലും എല്ലാമായിട്ടാണ് ആ പെൺകുട്ടി കടന്നു വന്നത്. അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അഭിഷേകിൽ തോന്നുകയാണ്, എന്നെപ്പോലുള്ള ഒരാളെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഭാര്യ ഒരിക്കലും ബുദ്ധിമുട്ടരുത്, മറ്റൊരാളുടെ മുന്നിൽ ഒരു പൈസക്ക് പോലും കൈ നീട്ടരുത് എന്നുള്ള ആ ഒരു ചിന്ത അഭിഷേകിലുണ്ടായ കാരണം തൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മറന്ന് തന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള ജോലികളെല്ലാം ചെയ്ത് ആ വീൽ ചെയറിലിരുന്നു കൊണ്ട് തന്നെ തന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ജോലികളും അഭിഷേക് ചെയ്യുമായിരുന്നു. ഒരു ജനസേവന കേന്ദ്രം ഇട്ടു, അതുപോലെ തന്നെ ചെറിയ കടകളിട്ടു. അങ്ങനെ അതിൽ നിന്നെല്ലാം വരുമാനം ഉണ്ടാക്കി തുടങ്ങി. തന്നെക്കൊണ്ട് പറ്റുന്ന പോലെ രീതിയിലെല്ലാം അഭിഷേക് അധ്വാനിക്കൽ തുടങ്ങി. ഒരു എന്താ പറയുക, ഒരു പരിമിതിയുള്ള ആളാണ് താനെന്ന് കണക്കാക്കാതെ തന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് എല്ലാം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ അഭിഷേക് എന്ന് പറയുന്നത്. അതും എന്തിനു വേണ്ടി? തൻ്റെ ഭാര്യ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടരുത് എന്നുള്ള ആ ഒരു ചിന്തകാരനായിരുന്നു അഭിഷേക് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവരുടെ ജീവിതവും കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അഭിഷേകിന് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ വാടകയ്ക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കട. ആ കടയിൽ CCTV ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അതിൽ നിന്ന് അഭിഷേക് ക്യാമറ ചെക്ക് ചെയ്യുന്ന ടൈമിൽ, ദൃശ്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ അഭിഷേകിൻ്റെ വൈഫിന് ഒരു കോള് വരുമ്പോൾ ആ വൈഫ് വേഗം എണീറ്റ് വന്ന് CCTV ഓഫാക്കുന്ന ഒരു ദൃശ്യം അതിൽ കണ്ടു. അപ്പോൾ അഭിഷേക് ചോദിച്ചു, എന്താണിത് സംഭവം, ആർക്കാണ് ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാമറ ഓഫാക്കാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് വൈഫ് കുറേ ചോദിച്ചതിന് ശേഷം വൈഫ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയണം. അതായത് വൈഫിന് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ അഭിഷേക് സത്യം പറഞ്ഞാൽ ആകെ തളർന്നു പോയി എന്ന് വേണം പറയാം. അത് ആരായാലും തളർന്നു പോകില്ല. നമ്മൾ ഇത്രയും സ്നേഹിച്ച ഒരാൾ, അവർക്ക് വേണ്ടി നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെല്ലാ പരിമിതികളും മറന്ന് നമ്മൾ അവർക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്ന ഒരാൾ തന്നെ ചതിച്ച് എന്ന് കേൾക്കുമ്പോൾ ആരായാലും സത്യത്തിൽ ഷോക്കായി പോകും, തകർന്നു പോകും. അഭിഷേകം ആ ഒരു നിലയിലായി. അപ്പോൾ അത് ആരാണ് എന്ന് കേട്ടപ്പോൾ ഒന്നുകൂടി തകർന്നു എന്നാണ് പറയുന്നത്. ആ വിശ്വസിച്ചിരുന്ന തൻ്റെ ആത്മസുഹൃത്താണ് തന്നെ ഇത്രയും നാൾ ചതിച്ചുകൊണ്ടിരുന്നത് എന്ന് കേട്ടപ്പോൾ അഭിഷേക് സത്യം പറഞ്ഞാൽ നെറ്റിപ്പോയി. നമ്മൾ ആരായാലും അങ്ങനെ തന്നെയല്ല, നമ്മളെല്ലാം വിശ്വസിച്ച് നമ്മുടെ വീട്ടിൽ കയറ്റിയുന്ന ഒരു വ്യക്തി എന്തും നമ്മുടെ ലൈഫിൽ എന്തും പറയാൻ പറ്റുമെന്നുള്ള ഒരു വ്യക്തി നമ്മളൊരു ദിവസം പെട്ടെന്ന് ചതിക്കുക, അതും ഒരു ചെറിയ ചതിയൊന്നുമല്ല, നമ്മുടെ ജീവിതം വെച്ചിട്ട് തന്നെ നമ്മളെ ചതിക്കുക എന്ന് പറയുമ്പോൾ ആരായാലും ഷോക്കായി പോകും, ഒരുപാട് ദേഷ്യം തോന്നും. അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെ അഭിഷേക് എത്തി. അങ്ങനെ അഭിഷേക് ഒരുപാട് എന്താ പറയുക, പിന്നീട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളായി. അഭിഷേകും വൈഫും തമ്മിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ എന്താ പറയുക, അത് ഡിവോഴ്സിലെത്തി. കാരണം അഭിഷേക് പറയണ, ഇനി എനിക്ക് ഒരിക്കലും അവളെ വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ ഇത്രയെല്ലാം ചെയ്തു കൊടുത്തിട്ട് എന്നെ ചതിച്ച ഒരു വ്യക്തി ഇനി എന്ത് വിശ്വാസത്തിൽ ഞാൻ കൂടെ ജീവിപ്പിക്കും? അല്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ഇനി മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അഭിഷേക്. കൈകാലൊക്കെ തളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതി തന്നെ മതി അവർക്ക് അഭിഷേകിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ മരണത്തിലാവും അത് അവസാനിക്കുക എന്നുള്ള രീതി കാരണം അഭിഷേക് അവരോട് ക്ഷമിക്കാൻ നിന്നില്ല. നേരെ മറിച്ച് ഡിവോഴ്സ് കൊടുത്തു. എന്നിട്ട് അഭിഷേകിന് ആ ഒരു ഇത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. തന്നെ ചതിച്ച ആ ഒരു വ്യക്തി ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്നെങ്കിലും അവൾ അനുഭവിക്കും എന്നുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ അഭിഷേക് നിൽക്കുന്നത്. കാരണം ആ ഒരു വിഷമം കൊണ്ട് പറയുന്നതായിരിക്കും അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുമ്പോൾ അതും നമ്മൾ ഒരുപാട് വിശ്വസിച്ച ഒരാൾ ചതിച്ചു എന്ന് പറയുമ്പോൾ ആർക്കാലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ അഭിഷേക് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുവരെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകിൻ്റെ വൈഫ് ആ ഒരു പെൺകുട്ടിയെ തന്നെ ആയിരിക്കും നമ്മൾ കുറ്റം പറയല്ലേ, എത്രയെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ. എന്നാൽ ഈ വീഡിയോ അൻഷ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നൊരു വീഡിയോ ആയിരുന്നത്. അതിന് താഴെ ഞാൻ വേറൊരു കമൻറ്റ് കണ്ടു. എന്ന് വെച്ചാൽ അഭിഷേകിൻ്റെ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടി വന്നതിന് ശേഷമാണ് അഭിഷേകിൻ്റെ ജീവിതം തന്നെ മാറിപ്പോയത്. അതായത് ഇത്രയും ഉയരത്തിലെത്തിയത്, അല്ലെങ്കിൽ ഇത്രയും വർഷം 5-6 വർഷത്തോളം അഭിഷേകിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത പെൺകുട്ടിയല്ലേ, അവളിങ്ങനെ ഒറ്റയടിക്ക് ചതിക്കാനോ ഉപേക്ഷിക്കാനോ ഒന്നും പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഒരു കമൻറ്റ് നമ്മൾ അങ്ങനെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ സത്യമായിട്ടുള്ള കാര്യം, ഇത്രയും വർഷം വീൽ ചെയറിലിരിക്കുന്ന ഒരാളെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്ര ചെറിയ കാര്യമല്ല, നിസ്സാരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അല്ലേ. നമ്മൾ മറ്റൊരാളുടെ എല്ലാ കാര്യങ്ങളും എന്ത് കാര്യമല്ലേ, അവരൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമില്ല. അതെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് ഈ അഭിഷേകിൻ്റെ ഭാര്യ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ പെട്ടെന്ന് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, അല്ലെങ്കിൽ ആ കുട്ടിയെ അറിയുന്ന ആളുകൾക്ക് അത് ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. പക്ഷേ അഭിഷേകിൻ്റെ സ്ഥാനത്താണ് അഭിഷേക് ചെയ്ത ഒരു കാര്യം.
നമ്മൾ എന്തൊരു കാര്യം വരുമ്പോഴും നമ്മളെ ഭാഗത്ത് നിന്നിട്ട് ചിന്തിക്കുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമ്മൾ പരമാവധി അവരുടെ കാര്യങ്ങൾ ചിന്തിക്കില്ല. നമ്മുടെ വേദന എന്താണോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് മിക്ക ആളുകളും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് അഭിഷേകം ചെയ്തത്. ഈ ഒരു പെൺകുട്ടിയെ നമുക്ക് പൂർണ്ണമായിട്ട് തെറ്റ് പറയാൻ പറ്റില്ല, എന്നാലും തെറ്റ് പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം തെറ്റ് പറയാതിരിക്കാൻ പറ്റില്ല എന്നത് ഞാൻ പറഞ്ഞതിന് കാരണം ഈ ഒരു അഭിഷേകം എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയാണ് എന്നറിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി അംഗവൈകല്യങ്ങളുള്ള വ്യക്തിയാണ്, കൈയും കാലം തളർന്ന ഒരാളാണ് എന്നറിഞ്ഞിട്ടാണ് ആ പെൺകുട്ടി അഭിഷേകിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അവൻ്റെ എല്ലാ പോരായ്മകളും അറിഞ്ഞിട്ടാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. എന്നിട്ട് അവനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അല്ലേ. അറിയാത്ത ഒരാളാണ്, അറിയാതെ വന്ന് പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അഭിഷേക് പോയതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനോടൊക്കെ ചില ആളുകൾ പൊരുത്തപ്പെടും. പക്ഷേ ഇത് എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരാളാണ് എന്നറിഞ്ഞിട്ടാണ് ജീവിതത്തിലേക്ക് വന്നത്. പിന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ചതിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും അഭിഷേക് ചിന്തിക്കുന്ന കാര്യം. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് പിന്നീട് എന്നെ ചതിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നായിരിക്കും ഒരു പക്ഷേ അഭിഷേക് ചിന്തിക്കുന്ന കാര്യം. പക്ഷേ ഈ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളുള്ള ഒരാളാണല്ലേ. അപ്പോൾ ഒരാൾ ചിലപ്പോൾ പറഞ്ഞപ്പോൾ ആ ഒരു ചതിയിൽ വീണിട്ടുണ്ടാവും, ഒരു നിമിഷമെങ്കിലും ആ ഒരു ചതിയിൽ വീണ് പോയതായിരിക്കാം. അതുകൊണ്ട് നമുക്ക് ആരെയും പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ്.